ബാറ്ററി ഇതാ ഇവിടെ ആയിട്ടാണ് വരുന്നത്. 4.4 kWh ലിഥിയം പെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. ഇപ്പോൾ എന്തോ ഒരു സ്പെഷ്യൽ ഓഫർ, മൺസൂൺ ഓഫറിൻ്റെ ഭാഗമായിട്ട് ഒരു 10 ദിവസത്തേക്ക് ഒരു 20,000 ഡിസ്കൗണ്ട് ഉണ്ടാവും. ഏകദേശം 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അത്യാവശ്യം ഇത്രയും ഒരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാരണം അധികം ഇലക്ട്രിക് ബൈക്കുകളിലൊന്നും നമ്മളങ്ങനെ സ്റ്റോറേജ് സ്പേസൊന്നും കണ്ടിട്ടില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നുള്ളത് മരട്ടിലുള്ള ഒബൻ ഇലക്ട്രിക്കിൻ്റെ ഷോറൂമിലാണ്. അവരുടെ ഒബൻ റോർ എന്ന് പറയുന്ന ഇലക്ട്രിക് ബൈക്കിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒബൻ ഇലക്ട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. അത്യാവശ്യം ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റിയിട്ട് നോളജ് ഉള്ളവർക്ക് അറിയായിരിക്കും. ഒബൻ റോർ എന്ന് പറഞ്ഞിട്ടൊരു വാഹനം കുറേ നാൾ മുമ്പ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് ബാംഗ്ലൂരായിരുന്നു അവൈലബിൾ. ഒരു ഇലക്ട്രിക് ബൈക്കാണ് നിങ്ങൾ ഈ കാണുന്ന പോലെ. പക്ഷേ ഇപ്പോൾ അത് നമ്മുടെ കൊച്ചിയിൽ വന്നിട്ട് ഏകദേശം 2-3 മാസത്തോളമായി. അധികം ആരും പക്ഷേ അറിഞ്ഞിട്ടില്ല. ഞാൻ തന്നെ ഇപ്പോഴാണ് അറിയുന്നത്. ഇവരെ മാനുഫാക്ചറിങ്ങും അസംബ്ലിയും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ബാംഗ്ലൂരാണ് നടക്കുന്നത്. ഈ ഒരു വാഹനം കംപ്ലീറ്റ്ലി ഇന്ത്യൻ മേക്കാണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. കടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറിക്കായിട്ടും ഡിസ്പ്ലേക്കൊക്കെ ആയിട്ട് വെച്ചേക്കുന്ന സ്റ്റോക്ക് വണ്ടികൾ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. കമ്പനിയുടെ ഒരു ഹിസ്റ്ററി കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഓഗസ്റ്റ് 2020 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ബൈ IIT ആൻഡ് IIM അലുമിനി ആയിട്ടുള്ളവർ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒബൻ റോറിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു നേക്കഡ് ബൈക്ക് ഡിസൈൻ സെഗ്മെൻറ്റിലാണ് ഈ ഒരു വാഹനം അവർ ഇറക്കിയിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സർക്കുലർ ആയിട്ടുള്ള അവരുടെ ഹെഡ് ലാമ്പ് കാര്യങ്ങൾ കാണാം. കംപ്ലീറ്റ്ലി LED ആണ്. ഒബൻ എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഡ്യുവൽ ടെലസ്കോപ്പിക് ആയിട്ടുള്ള സസ്പെൻഷൻ, മഡ് ഗാർഡ് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ കുറച്ച് കവറിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ റിഫ്ലക്ടർ, വീണ്ടും ഒബൻ്റെ ഒരു ലോഗോ, UBA അതായത് യൂണിഫൈഡ് ബ്രേക്ക് അസിസ്റ്റ് എന്ന് പറയുന്നുണ്ട്, വിച്ച് ഇസ് ബേസിക്കലി കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം. ഡിസ്കിലേക്ക് വരികയാണെങ്കിൽ ബൈബറാണ് ചെയ്തിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ലപോലത്തെ ഒരു ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 17 ഇഞ്ച് അലോയ് വീൽസാണ്. സിയറ്റിൻ്റെ ടയേഴ്സാണ്. 180/17 സൈസിലുള്ള ടയേഴ്സാണ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. നോർമൽ ഡിസൈനുകളാണ്. ഇവിടെയൊക്കെ കുറച്ച് ഡിസൈൻ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. മിറർ നോർമൽ ഡിസൈനൊക്കെ തന്നെയാണ്. ഹാൻഡിൽ ഗ്രിപ്പ് എനിക്ക് തോന്നുന്നു ഇത് ഒബൻ്റെ ആണ് ഈ ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്രേക്ക് ലിവറെല്ലാം ബൈബറിൻ്റെ ഒക്കെ തന്നെയാണ്. അതൊക്കെയാണ് ഈ ഒരു ഏരിയയിലുള്ള ഒരു ഡിസൈന് കാര്യങ്ങളൊക്കെ. ഫിറ്റ് ആൻഡ് ഫിനിഷ് സീൻസ് ഓക്കെ. ബിൽഡ് ക്വാളിറ്റി വലിയ ഇഷ്യൂസൊന്നുമില്ല, ഓക്കെയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇതാ ഇവിടെ ആയിട്ട് വീണ്ടും ഒബൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊരു ഡിസൈൻ എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റോർ എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ARX ഫ്രെയിം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്രാഷ് ഗാർഡ്, അതുപോലെ തന്നെ ഹോണൊക്കെ കാണാം. ബാറ്ററി ഇതാ ഇവിടെ ആയിട്ടാണ് വരുന്നത്. 4.4 kWh ലിഥിയം പെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. പിന്നെ ഇതെല്ലാം കംപ്ലീറ്റ്ലി ഫൈബറാണ്. വലിയ കുഴപ്പമില്ല. ക്വാളിറ്റി വൈസ് വലിയ ഇഷ്യൂ ഒന്നും തോന്നുന്നൊന്നുമില്ല. പിന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം കുറച്ച് എയർ വെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ബാറ്ററിയുടെ കൂളിംഗ് ഒക്കെ അത്യാവശ്യം നല്ലപോലെ റണ്ണിങ്ങിൽ തന്നെ നടന്നോളും. ഇവിടെ ആയിട്ട് സൈഡ് സ്റ്റാൻഡ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫുഡ് പെക്സ് കാണാം. പിലിയനായിട്ടുള്ള ഫുഡ് പെക്സ് ഉണ്ട്. പിലിയനായിട്ട് സെപ്പറേറ്റ് ഒരു സൈഡ് സ്റ്റാൻഡ് കാര്യങ്ങൾ. സൈഡ് സ്റ്റാൻഡല്ല, ബാക്കിലിരിക്കുന്ന ആൾക്ക് 1 സൈഡ് ഫുഡ് റെസ്റ്റ് വേറെ ആക്സസറി ആയിട്ട് അവൈലബിൾ ആണ്. ഇന്ന് നമ്മളിപ്പോൾ കാണുന്നത് ബ്ലാക്കും ഓറഞ്ചും കൂടെയുള്ള കളറാണ്. ഇത് കൂടാതെ യെല്ലോ വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ സ്വിങ് ആം കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഒബിയസ്ലി നമ്മുടെ ഈതറൊക്കെ പോലെ തന്നെ ബെൽറ്റ് ഡ്രൈവാണ്. സിംഗിളായിട്ടുള്ള ബെൽറ്റാണ്. അതിൻ്റെ മോട്ടർ നമുക്ക് അവിടെ കാണാം. പെർമനൻറ്റ് വാഗ്നർ സിംഗ്രണസ് മോട്ടറാണ്. സസ്പെൻഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ മോണോ ഷോക്കാണ്. അതും നല്ലൊരു കാര്യം. പിന്നെ ബെൽറ്റും കാര്യങ്ങൾ ഈ ഒരു ഏരിയ ഒരു നേക്കഡ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എക്സ്പോസ്ഡ് ആണ്. സോ ചെളി ബെൽറ്റിലൊക്കെ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കവർ, അടിയിൽ ഒരു കവറിങ്ങനെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മഡ് ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സാരി ഗാർഡ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കിതിൻ്റെ കീ ഹോൾഡ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ. നമുക്ക് സ്വിച്ച് ഗിയർ നോക്കുകയാണെങ്കിൽ അത് ഇവിടെ ആയിട്ട് പാസ് ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് ഉണ്ട്, ഇൻഡിക്കേറ്റേഴ്സ്, ഫോണ്. നോർമലി നമ്മൾ ബൈക്കിൽ കാണുന്ന പോലെയൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ ആയിട്ടൊരു കിൽ സ്വിച്ചും നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച്. ഡിസ്പ്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നോർമൽ LED ഡിസ്പ്ലേ ആണ്.
നമുക്ക് സ്പീഡ് അതുപോലെ തന്നെ ബാറ്ററി ചാർജ്, അതായത് എക്സാക്റ്റ് പെർസെൻറ്റേജ് അല്ല, നമുക്ക് ഇതുപോലെ കട്ടകളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ടൈം, റേഞ്ച്, ഓഡോമീറ്റർ ഇത്രയും കാണാം. പിന്നെ ഇവിടുത്തെ സിഗ്നൽ സ്ട്രെങ്ത് കാണാം. നമ്മുടെ സിമ്മിൻ്റെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് താഴേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും ഈ ഒരു പോർഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു 1 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒരു USB പോർട്ട് അവിടെ കാണാൻ സാധിക്കും ഫോണൊക്കെ ചാർജ് ചെയ്യാനായിട്ട്. ഇവിടെ ആയിട്ട് വണ്ടിയുടെ ചാർജിങ് പോർട്ട് കാണാം. സിംഗിളായിട്ടുള്ള സീറ്റാണ്, സ്പ്ലിറ്റ് അല്ല. നമുക്ക് 2 ഗ്രാബ് റെയിലുകൾ മെറ്റൽ കാണാം, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വരാം. നമ്മളൊരു ഡ്യൂക്കിലൊക്കെ കാണുന്ന ഏകദേശം സിമിലർ ഒരു ഡിസൈനാണ്. മഡ് ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ബൈബറിൻ്റെ തന്നെ ഡിസ്ക്കാണ്. ടയർ ബാക്കിലേക്ക് വരുമ്പോൾ 130/70 സെക്ഷനാണ്. അത്യാവശ്യം നല്ല വീതിയുള്ള ടയർ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രിങ് നമ്മൾ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് ഓപ്പൺ ആക്കി എടുക്കാം. ഇതിനടിയിൽ ചാർജർ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യം ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് ചാർജർ വെക്കണം എന്നില്ല. അത്യാവശ്യം ഇത്രയും ഒരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാരണം അധികം ഇലക്ട്രിക് ബൈക്കുകളൊന്നും നമ്മളങ്ങനെ സ്റ്റോറേജ് സ്പേസൊന്നും കണ്ടിട്ടില്ല. ഫസ്റ്റ് എയ്ഡ് കിറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നു. പിന്നെ ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ടെയിൽ ലാമ്പ് ആണെങ്കിലും കംപ്ലീറ്റ്ലി LED ആണ് വരുന്നത്. സോ അതിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള കറണ്ട് കൺസപ്ഷൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഓവറോൾ അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ലുക്കാണ് ഓപ്പൺ ഡ്രോറിനുള്ളത്. പിന്നെ ബിൽഡ് ക്വാളിറ്റി വൈസ് ആണെങ്കിലും അത്യാവശ്യം ഓക്കെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നും തോന്നില്ല. ഫൈബർ തന്നെയാണ് ഒബ്വിയസ്ലി മിക്ക വണ്ടികളും പോലെ തന്നെ. ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. മേ ബി ഇവിടെയൊക്കെ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാറുണ്ടെന്ന് തോന്നി. വേറെ ഇഷ്യൂസൊന്നുമില്ല. നമുക്ക് ഫൈബറിൻ്റെ ബ്രേക്ക് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ഡ്രോറിൻ്റെ ഒരു ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസിലേക്ക് കടക്കാം. എല്ലാവർക്കും ആദ്യം അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വാഹനത്തിൻ്റെ റേഞ്ചാണ്. സോ IDC 187 കിലോമീറ്റേഴ്സാണ് ഈ വാഹനത്തിന് വരുന്ന റേഞ്ച്. 4.4 kWh ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി അല്ലെങ്കിൽ LFP ബാറ്ററിയാണ്. അപ്പോൾ 187 കിലോമീറ്റേഴ്സ് IDC എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഓലയുടെ ഒരു സിമിലർ റേഞ്ചാണ്. റിയൽ ലൈഫ് ഒരു 130 to 140 ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നാലും നമ്മൾ ഈ പറയുന്ന പോലെ അത്യാവശ്യം നല്ലൊരു EV റൈഡർ ആണെങ്കിൽ ഒരു 150-160 നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലി ഒരു എക്സ്പെക്റ്റേഷൻ. പിന്നെ പവറിൻ്റെ ഫിഗേഴ്സിലേക്ക് വരികയാണെങ്കിൽ നോർമൽ റേറ്റിംഗ് പറഞ്ഞിട്ടില്ല. പീക്ക് പവർ ആണെങ്കിൽ 8 kW ആണ് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു പവറാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെൽറ്റ് ഡ്രൈവാണ് നമുക്ക് വരുന്നത്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള നോയ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ആക്സിലറേഷൻ 0 to 40 ഏകദേശം 3 seconds, അതായത് നമ്മൾ ഏതറിനേക്കാളും കുറച്ചുകൂടെ ആക്സിലറേഷൻ വൈസ് ഫാസ്റ്ററാണ്. പിന്നെ LFP ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഒരുവിധം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. NMC വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലൈഫ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഡീഗ്രഡേഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ അത് ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ബൈക്കാണ്. കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ ഇലക്ട്രിക് ബൈക്കുകൾ വളരെ കുറവാണ്. ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് തോന്നുന്നത് ഇപ്പോൾ ഉള്ളത് ടോർക്ക് തന്നെ ഉള്ളൂ. പിന്നെ അൾട്രാ വയലറ്റ് ആണ്. അൾട്രാ വയലറ്റ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വാഹനമാണ്. പിന്നെ റിവോൾട്ടാണുള്ളത്. റിവോൾട്ട് ഇപ്പോൾ ഷോറൂം കാര്യങ്ങളൊക്കെ ഏകദേശം പൂട്ടിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഓപ്പൺ ഡോറിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 100 km/h ആണ്. നമ്മുടെ നാട്ടിലെ ഒരു റോഡ് കണ്ടീഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിലും കൂടുതലാണ്. എന്നാലും അത്യാവശ്യം നല്ലൊരു സ്പീഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്ത് പറയേണ്ടിയിരുന്ന ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അത് നമ്മൾ ഫിസിക്കൽ ഓവർവ്യൂ ടൈമിൽ പറയാൻ വിട്ടുപോയി. ഏകദേശം 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ബാറ്ററി ആണെങ്കിൽ IP67 റേറ്റഡ് ആണ്. മോട്ടർ ആണെങ്കിൽ IP65 റേറ്റഡ് ആണ്. ഇപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് അടി മുട്ടും എന്നുള്ളൊരു പേടി കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിരുന്ന് കാണിക്കാം. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് സ്കൂട്ടർ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് കുറേ നാളുകൾക്ക് ശേഷം ബൈക്കിലേക്ക് കയറിയിരുന്നപ്പോഴത്തേക്കും ചെറിയൊരു സ്ട്രെയിനൊക്കെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കാണാം എൻ്റെ കാല് ആക്ച്വലി കുറച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ മുട്ടുന്നില്ല. സൈഡിലേക്ക് ഇരിക്കുമ്പോഴുള്ളൂ. നമ്മൾ നോർമലി വെക്കുമ്പോൾ ഇത്രയാണ് മുട്ടുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. സീറ്റ് ഹൈറ്റും കാര്യങ്ങളും നമുക്ക് വണ്ടിയിൽ വരുന്നുണ്ട്. ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര ഒരു ഫാക്ടർ തന്നെയാണ് ഒരു ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം. ഇനി റോറിൻ്റെ ഒരു വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 230 mm ആണ്. അപ്പോൾ മേ ബി ഈ ഒരു ഹൈറ്റ് വരെയൊക്കെ നമ്മൾ വാഹനം ഇൻ കേസ് എന്തെങ്കിലും അത്യാവശ്യത്തിന് ഒരു വെള്ളക്കെട്ടിലൂടെയൊക്കെ ഓടിച്ചാലും വലിയ ഇഷ്യൂസ് ഒന്നും വരേണ്ടതല്ല. പിന്നെ ബാറ്ററി ആണെങ്കിലും മോട്ടർ ആണെങ്കിലും IP റേറ്റിംഗ് ഉള്ളതുകൊണ്ട് അതും ഒരു വലിയ ഇഷ്യൂ ആയിരിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഉടനെ തന്നെ വെള്ളക്കെട്ടിലൂടെ ഓടിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊന്നുമല്ല. അതൊക്കെ നിങ്ങൾ കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും.
കാരണം പിന്നീട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വാറണ്ടി കാര്യങ്ങളൊന്നും കവർ ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ. ഞാനൊന്നും മിസ് ഔട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. റേഞ്ച്, അതുപോലെ തന്നെ ആക്സിലറേഷൻ, സ്പീഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വാറണ്ടി എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രിക് വാഹനത്തെ സംബന്ധിച്ച് വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഒബന് നോർമലായിട്ട് വരുന്ന ഒരു വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 years 50,000 kilometers ആണ്. അതിൽ മോട്ടറും അതുപോലെ തന്നെ ബാറ്ററിയും കവർ ചെയ്യുന്നതാണ്. ബാക്കി എക്സാക്റ്റ് വെഹിക്കിൾ വാറണ്ടി ഏകദേശം അത് തന്നെയാണെന്ന് തോന്നുന്നു. അതിന് പറ്റിയിട്ടൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് എക്സ്റ്റെൻഡ് വാറണ്ടി വരുന്നുണ്ട്. ബാറ്ററിക്ക് മാത്രമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 9,000 rupees. അപ്പോൾ നമുക്കൊരു 5 years 75,000 kilometers ആവും. അത് നല്ലൊരു വാറണ്ടി തന്നെയാണ്. കാരണം 5 years 60,000 എയ്തറൊക്കെ ഓഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറെ ബ്രാൻഡുകളായാലും കൂടുതൽ പലതും ഓഫർ ചെയ്യുന്നുണ്ട്. ബട്ട് ഒട്ടുമിക്ക ബ്രാൻഡുകളും 5 year ഒരു 60 ആ റേഞ്ചാണ്. ഒരു 5 years 75,000 kilometer എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് തരുന്നതാണ്. പിന്നെ വരുന്ന രണ്ടാമത്തെ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി, മോട്ടർ, കൺട്രോളർ, DC കൺവേർട്ടർ, റിമ്മ്, ഫ്രെയിം എല്ലാം കവർ ചെയ്തുകൊണ്ട് ഏകദേശം 15,000 rupees നമുക്ക്. അതിനും 5 years 75,000 kilometers ആണ്. അപ്പോൾ അത് ഒരു പീസ് ഓഫ് മൈൻഡാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ പറയുന്ന പോലെ 5 വർഷം അല്ലെങ്കിൽ 75,000 kilometer നമുക്ക് വാറണ്ടി ഉണ്ട് എന്നുള്ളത് നമുക്ക് എപ്പോഴും വണ്ടി യൂസ് ചെയ്യുമ്പോൾ ഒരു സെക്യൂരിറ്റി തരുന്ന ഒരു സംഭവമാണ്. ഇത് കൂടാതെ ഇവരുടെ കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 1,300 രൂപകളാണ് വരുന്നത്. അതിന് ആ ഒരു കണക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. ജിയോ ഫെൻസിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും. പിന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ് സർവീസിൻ്റെ പാക്കേജൊക്കെ ഉണ്ട്. ഏകദേശം 2,800 രൂപയാണ് വരുന്നത്. ഒരു വർഷത്തേക്കുള്ള സർവീസ് കവേർഡാണ്. റോഡ് സൈഡ് അസിസ്റ്റൻസ് 40 kilometerനുള്ളിൽ കവേർഡാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലാനുകളായിട്ട്, അതായത് ഇപ്പോൾ പറയുന്ന പോലെ പ്രൊട്ടക്ഷൻ പ്ലാനായിട്ടും അതുപോലെ തന്നെ സർവീസ് പ്ലാനൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്പ്ലേയിൽ കൊടുത്തേക്കാം. ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കാര്യം വാഹനത്തിൻ്റെ വില. സോ ഒബൻ റോറിൻ്റെ ആക്ച്വൽ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 1.5 lakhs ആണ്. അപ്പോൾ ഓൺ റോഡ് ഏകദേശം ഒരു 1.25 ലക്ഷം രൂപയോളം വരും. 1,70,75,000 വരും. ഇപ്പോൾ എന്തോ ഒരു സ്പെഷ്യൽ ഓഫർ, മൺസൂൺ ഓഫറിൻ്റെ ഭാഗമായിട്ട് ഒരു 10 ദിവസത്തേക്ക് ഒരു 20,000 ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ 1.55 lakhs, അതായത് ഏകദേശം 1.5 ലക്ഷം രൂപ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ഒന്നും ഇല്ലാതെ. അപ്പോൾ അത് നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു പ്രൊപ്പോസിഷനാണ്. നമുക്കറിയാം ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് ഈ പറയുന്ന പോലെ അത്യാവശ്യം നല്ല പോലത്തെ എന്താ പറയുക ഗ്രൗണ്ട് ക്ലിയറൻസും ഡീസൻ്റ് ആയിട്ടുള്ള റേഞ്ചും പവറും പെർഫോമൻസൊക്കെ കിട്ടുന്ന ഒരു ഇലക്ട്രിക് ബൈക്ക്, എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇലക്ട്രിക് ബൈക്ക്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ പ്രൈസിന് അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വാഹനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബിൽഡ് ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഹൈലൈറ്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രൈസിങ് എന്ന് പറയുന്നത്. പിന്നെ എക്സ്റ്റൻഡ് വാറൻറ്റിയൊക്കെ എടുക്കാനാണെങ്കിൽ എക്സ്ട്രാ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. സോ ഇതിൻ്റെ വണ്ടിയുടെ പ്രൈസിങ്ങിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. പിന്നെ ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ചാർജിങ് ടൈമാണ്. ഇപ്പോൾ നോർമൽ ഒരു ചാർജർ അതിൻ്റെ ഏകദേശം ഒരു 850 watt ചാർജർ ഉണ്ടെങ്കിൽ 0 to 100 നമുക്കൊരു 6 hours ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതല്ല അവരുടെ ഒരു ചാർജർ വരാൻ പോകുന്നുണ്ട്. അതാണ് അവരെ അഡ്വർടൈസ് ചെയ്യുന്ന ഒരു 0 to 82 hours ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത്. ആ ഒരു ചാർജറിന് ഏകദേശം എക്സ്ട്രാ 20-25 ഒക്കെ വരുമായിരിക്കും. അത് എക്സാക്ട്ലി കൺഫേംഡ് അല്ല. ബട്ട് അത് യൂസ് ചെയ്താൽ നമുക്കൊരു 2 hours തന്നെ 0 to 80% ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ 80% ചാർജ് ചെയ്യാം. ഇത്രയും റേഞ്ച്, പെർഫോമൻസ് കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യമില്ല, കംപ്ലീറ്റ്ലി വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ഓപ്പൺ റോ. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പൺ റോർ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നോക്കാം. A few moments later. അപ്പോൾ നമ്മൾ ഓപ്പൺ റോർ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പുറത്ത് അത്യാവശ്യം ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ മഴയത്താണ് ഓടിച്ചത്. ടു ബി ഓണസ്റ്റ് സർപ്രൈസിംഗ്ലി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഏകദേശം 147 കിലോളം വണ്ടിക്ക് വെയിറ്റ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കാതെ തള്ളുമ്പോഴും വലിക്കുമ്പോഴൊക്കെ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഓടിക്കുമ്പോൾ കാര്യമായിട്ടുള്ള വെയിറ്റ് ഒന്നും നമ്മൾ ഫീൽ ചെയ്യുന്നില്ല. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് തോന്നിയത്. ഹാൻഡിലിംഗ് ഒക്കെ ഓക്കെയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല വളക്കാനോ തിരിക്കാനൊക്കെ ആയിട്ട്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് അൾട്രാവയലറ്റ് Mark II ഓടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലത്തെ അല്ല, കുറേ കൂടെ ഹെവി ആയിട്ടുള്ള വാഹനമാണെങ്കിൽ പോലും അതൊന്നും നിർത്തിയിട്ട് വളക്കാനും തിരിക്കാനൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഹെവി ആയിട്ടുള്ള വെയിറ്റ് നമ്മൾ ഫീൽ ചെയ്യും. പക്ഷേ ഇത് എനിക്ക് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഞാൻ ജസ്റ്റ് ഈ വണ്ടി വന്നപ്പോൾ ഇത്രയും 3 വർഷത്തോളമായിട്ട് സ്കൂട്ടർ യൂസ് ചെയ്തിട്ട് ഒന്ന് കയറിയിരുന്നപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു സ്ട്രെയിൻ തുടക്കത്തിലൊന്ന് തോന്നി. പിന്നീട് അതപ്പം തന്നെ ഓക്കെ. ഇത് ഓടിക്കാനാണെങ്കിലും ഞാനിതിൽ കയറിയിരുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. സ്വിച്ച് ഗിയറൊക്കെ ആണെങ്കിൽ പോലും നോർമൽ ബൈക്കിലെ പോലെ റൈറ്റ് സൈഡിൽ നമുക്ക് പവർ ബട്ടൺ, കിൽ സ്വിച്ച് ലെഫ്റ്റ് സൈഡിൽ, അങ്ങനെയൊക്കെ ആയതുകൊണ്ടും നമ്മളിരിക്കുന്ന ആ ഒരു സ്റ്റാൻസ് ഉണ്ടല്ലോ, അത് ഒരു നോർമൽ ബൈക്കിൻ്റെ ആയതുകൊണ്ട് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ നമുക്ക് ഫീൽ ചെയ്തൊന്നുമില്ല.
വേറെ പല വണ്ടികളും ഓടിച്ചപ്പോഴും എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി അൾട്രാ വയലറ്റ് നമുക്കറിയില്ല, ഒരു സ്പോർട്സ് ബൈക്കാണ്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ മോട്ടർ കട്ട് ഓഫ് ഇല്ല. നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ മോട്ടറിൻ്റെ ഫുള്ള് ഔട്ട്പുട്ട് കട്ടാവുന്നില്ല. അതൊരു നല്ല കാര്യമാണ്. യൂ ടേണിലൊന്നും നമുക്ക് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മിറർ വൈസ് വിസിബിലിറ്റി വൈസ് ഓക്കെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഹോണാണെങ്കിലും കുഴപ്പമില്ല, മേ ബി കുറച്ചുകൂടെ ഒന്ന് ലൗഡർ ആക്കാമായിരുന്നു. ഹാൻഡ്ലിങ് ഞാൻ പറഞ്ഞ പോലെ നല്ലതാണ്. പിന്നെ മഴയത്താണ് ഓടിച്ചെങ്കിലും ബ്രേക്കിംഗ് വൈസ് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. കാരണം ബൈബറാണ്, നമ്മൾ എയ്തറിൽ സ്ഥിരം ബൈബറാണ് യൂസ് ചെയ്യുന്നത്. നല്ല ബ്രേക്കിംഗ് സിസ്റ്റമാണ് അവരുടേത്. അപ്പോൾ ഓവറോൾ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങളൊരു ഇലക്ട്രിക് ബൈക്കാണ് നോക്കുന്നതെങ്കിൽ നമുക്കുള്ള ഓപ്ഷനുകളിൽ ഒരെണ്ണമാണ് ഒബൻറോർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മരടിലാണ് ഈ ഒരു ഷോറൂമുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യാനാണെങ്കിലും സെയിൽസ് ആണെങ്കിലും ഒക്കെ നമുക്ക് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ചെയ്യാം. സർവീസ് കുറച്ച് അപ്പുറത്തേക്ക് എന്തോ മാറിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒബൻറോറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഒരു ഇപ്പോഴത്തെ ഒരു പ്രൈസ് വെച്ചിട്ട് 1,55,000 എന്ന് പറയുന്ന ഒരു പ്രൈസ് നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ഡീലാണ്. അത്യാവശ്യം നല്ല റേഞ്ചും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമായിട്ടുള്ള ചെളിയടിയൊന്നുമില്ല. അത്യാവശ്യം കവറിങ് ഉള്ളതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ചെളിയടിയൊന്നുമില്ല. അത് മിസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ആഡ് ചെയ്താൽ. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ജസ്റ്റ് വന്നൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ പറയുന്ന പോലെ വാങ്ങാനും ഫൈനാൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.